Hello, good morning all. Good morning, ma'am. Good morning. Sir. Okay. Start ചെയ്യാം. Starting. Good morning all. Good morning, sir. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ? ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ യുവർ ഫസ്റ്റ് അവർ ഷേപ്സ് ദ റെസ്റ്റ് ഓഫ് യുവർ ഡേ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറയാൻ പോകുന്നത് അർജുന്റെ കഥയാണ്. അർജുൻ ഒരു യങ് പ്രൊഫഷണലായിരുന്നു. ഒരു 27 വയസ്സ് അർജുൻ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് അർജുൻ ജോലി സ്ഥലത്ത് വരുന്ന സമയത്ത്, അർജുന്റെ കമ്പനി വരുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തീരെ ഫോക്കസ് കിട്ടുന്നില്ല. ഒരു പ്രൊഡക്ടിവിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അർജുന്റെ. അതോടൊപ്പം അർജുൻ രാവിലെ വരുന്ന സമയമാണെങ്കിലും ഓഫീസ് ടൈം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പം ഭയങ്കര റഷ്ഡ് ആയിട്ട് ഓടിപ്പിടിച്ചൊക്കെ ആയിരിക്കും അർജുൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായിട്ട് അർജുന്റെ മാനേജർ ഇത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം അർജുന്റെ മാനേജർ അർജുന്റെ മാനേജർ എന്ന് പറയുന്ന ഒരാള് എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അർജുന്റെ മാനേജർ വന്നിട്ട് അർജുൻ്റെ അടുത്ത് സംസാരിച്ചു, എന്തുകൊണ്ടാണ് അർജുൻ ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പൊ അർജുനും ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അർജുനും എന്താണെന്നുള്ള കാര്യങ്ങൾ, അർജുന്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അർജുനും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാനേജർ ഒരു കാര്യം മാത്രം പറഞ്ഞു, വിൻ യുവർ മോർണിംഗ് ദെൻ വിൻ യുവർ ലൈഫ്. ആ ഒരു കാര്യം പറഞ്ഞിട്ട് മാനേജർ അങ്ങോട്ട് പോയി. കൂടുതലൊന്നും പറയാനൊന്നും നിന്നില്ല. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിന്ന് അർജുന ഈ ഒരു വേർഡ്സ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അർജുന അറിയാം അർജുന്റെ ലൈഫ് ഇപ്പൊ എന്തോ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോപ്പ് തേടി നടക്കണമായിരുന്നു അർജുൻ. അപ്പൊ ഈ വേർഡ്സ് അർജുന്റെ മനസ്സിൽ തട്ടി എന്ന് പറയാം. അപ്പൊ അന്ന് ആ ഒരു ദിവസം മുഴുവൻ അർജുന്റെ മനസ്സിൽ ഈ വേർഡ്സ് കിടന്നിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒന്ന് റൂമിനേറ്റ് ആയിക്കൊണ്ടിരുന്നു. അർജുൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വേർഡ്സ്. ഇത് എന്തായിരിക്കും മാനേജർ അങ്ങനെ പറഞ്ഞത്, ഇത് ശരിയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അതേ വെറുതെ പറഞ്ഞതാണോ. അപ്പൊ അത്തരത്തിലുള്ള കുറെ തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അർജുൻ അന്ന് വീട്ടിലെത്തിയതിന് ശേഷം ആദ്യം സെർച്ച് ചെയ്തത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചായിരുന്നു. അർജുൻ ഒരുപാട് നേരം ഇരുന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചു, റിസർച്ച് ചെയ്തു, കുറെ കാര്യങ്ങൾ നോക്കി. അർജുൻ ഒരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു. അതായത് രാത്രി ഒരുപാട് നേരം വൈകി കിടന്നിട്ട് ഒരു ഓഫീസ് ടൈമിന് തൊട്ട് മുന്നേ ഒരു ഹാഫ് ആൻ അവറിന് മുന്നേ എഴുന്നേറ്റ് പെട്ടെന്ന് റഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ഓഫീസിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ വായിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം പുതിയ അറിവായിരുന്നു അർജുന്. അപ്പൊ അർജുന് മനസ്സിലായി, റിസർച്ച് ചെയ്ത സമയത്ത് അർജുന് മനസ്സിലായി, ഒരുപാട് ബുക്സുകൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് റിസർച്ച് പേപ്പറുകൾ ഉണ്ട്. അർജുന് മനസ്സിലായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആളുകൾ ഫോളോ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വിൻ ദ മോർണിംഗ് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ അർജുൻ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അർജുന് കിട്ടിയ കാര്യങ്ങൾ, അർജുൻ റിസർച്ച് ചെയ്ത സമയത്തും അർജുൻ കുറെ ബുക്സുകൾ കിട്ടി. അപ്പൊ അതിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് അർജുൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് അർജുന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അർജുന്റെ ജേണി. ഒരുപാട് സെറ്റ് ബാക്സുകൾ അർജുന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സമയത്തും അർജുന് മടുപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് തുടക്ക കാലഘട്ടത്തിലൊക്കെ. എന്നാലും അർജുൻ അറിയാം ഈ ഒരു എനിക്കൊരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ എന്റെ ഹെൽത്ത് ബെറ്റർ ആക്കണം, എനിക്കൊരു നല്ല മൈൻഡ് സെറ്റ് വേണം, ഇതെല്ലാം അർജുൻ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുന്റെ ഒരു വിൽ പവർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അർജുൻ ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷത്തിന് ശേഷം അർജുന്റെ ലൈഫിൽ
അർജുൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ. ഇപ്പൊ ഈ പഠിച്ച കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് അർജുൻ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അർജുൻ ചെയ്തു. ആഫ്റ്റർ 1 ഇയർ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി അർജുന്റെ ലൈഫിൽ. ഒരുപാട് വ്യത്യാസങ്ങൾ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ അർജുന്റെ ഫോക്കസ് ഇമ്പ്രൂവ് ആയി, നല്ലൊരു മെന്റൽ ക്ലാരിറ്റി കിട്ടി അർജുന്. അതോടൊപ്പം തന്നെ അർജുന്റെ ഹെൽത്ത് ബെറ്റർ ആയി, നല്ലൊരു ഹെൽത്തിയർ ബോഡി കിട്ടി അർജുന്. അർജുന്റെ വർക്ക് ലൈഫ് ഇമ്പ്രൂവ് ആയി, അതോടൊപ്പം തന്നെ ഫാമിലി ലൈഫ് ഇമ്പ്രൂവ് ആയി. പ്രധാനമായിട്ട് ആ ഒരു വർഷത്തെ ഒരു പെർഫോമർ ഓഫ് ദ ഇയർ എന്നൊരു സ്ഥാനം കൂടി അർജുന് കിട്ടി. അപ്പൊ അന്നൊരു ടോക്കില്, ആ ഒരു പെർഫോമർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയ ഒരു ടോക്കില് അർജുൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അർജുന്റെ ഇത്ര നാളത്തെ ജേണിയും അർജുൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, അപ്പൊ ഇതിനെല്ലാത്തിനെയും കുറിച്ച് അർജുൻ ഒരു ടോക്കിൽ പറഞ്ഞു. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അർജുൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല അർജുൻ ഒരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാ മോർണിംഗിനെന്ന് അർജുന് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം സെർച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് മോർണിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ മോർണിംഗിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഉണ്ടാ എന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു അർജുൻ സെർച്ച്. അപ്പൊ അർജുന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് ആദ്യം തന്നെ അതിന്റെ ഒരു ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ ഒരു ബോഡിയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ബയോളജിക്കലി നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. അപ്പൊ അതിൽ നമുക്കറിയാം, നമുക്കൊരു ഒരു സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, ഒരു കോർട്ടിസോൾ, അല്ലെ? അപ്പൊ ഒരു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ഒരു കോർട്ടിസോൾ എന്നുള്ളൊരു കാര്യം നമുക്ക് കുറച്ച് പീക്കിലായിരിക്കും. നമുക്ക് ആ ദിവസത്തിൽ ബാക്കിയുള്ള സമയത്തിനെ അപേക്ഷിച്ച് ഈ ഒരു കോർട്ടിസോൾ എന്നുള്ളൊരു സ്ട്രെസ് ഹോർമോൺ നമുക്ക് കുറച്ച് പീക്കിലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ആ ഒരു പീക്കിൽ? വെറുതെ ആ ഒരു സ്ട്രെസ് ഹോർമോൺ ഇങ്ങനെ പീക്കായിട്ട് നിൽക്കും? ഇല്ല, അല്ലെ? എന്തെങ്കിലും കാരണം ഉണ്ടാവും ഈ ഒരു സ്ട്രെസ് ഹോർമോൺ ഇങ്ങനെ നിൽക്കുന്നതിന്. ഒന്നുമില്ല, നമ്മളൊരു സ്ലീപ്പിലായിരിക്കുന്ന സമയത്ത്, അല്ലെ, സ്ലീപ്പ് എന്നുള്ളൊരു സ്റ്റേറ്റ്, അപ്പൊ അതിൽ നിന്ന് നമ്മളൊന്ന് ഉണർത്തണം. നമുക്കൊന്ന് ഉണരാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മളൊന്ന് രാവിലെ തന്നെ അലർട്ടാക്കി നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഒരു കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ മെയിനായിട്ട് കുറച്ച് പീക്കായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോണിനെ ആ സമയത്ത് രാവിലെ യൂസ്ഫുൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കും യൂസ്ഫുൾ ആവും. നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ബ്രെയിനിനും നമ്മുടെ മൈൻഡിനും ഇതെല്ലാത്തിനും ഈ ഒരു കാര്യം നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റും. ഇൻ കേസ് നമ്മളത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു കാര്യം, ഈ കോർട്ടിസോൾ എന്നുള്ളൊരു കാര്യം, അല്ലെ, ഒരു സ്ട്രെസ് ഹോർമോൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എതിരായിട്ട് ഈ ഒരു കാര്യം പ്രവർത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മിസ്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? നമ്മളിപ്പോൾ അലാറം സ്നൂസ് ചെയ്ത് ബെഡിൽ തന്നെ കിടക്കുന്നത്, അല്ലെങ്കിൽ ലേസി ആയിട്ട് ബെഡിൽ തന്നെ കിടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് എതിരെ പ്രവർത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത അതിന്റെ ഒരു ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും സൈക്കോളജിക്കലി പെർസ്പെക്റ്റീവ് ഉണ്ടാകുന്ന നോക്കാം. അപ്പൊ അതിൽ ആദ്യം തന്നെ ഉള്ളത്, നമ്മളിപ്പോ ഒരു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടിയത്, അല്ലെങ്കിൽ ഭയങ്കര ലേസി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു എനർജി നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ദിവസത്തിലെ സമയത്തിലേക്ക് ഇത് ഫ്ലോ ആവും. നമ്മൾ ആ ഒരു ലോ എനർജി ആയിട്ട് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ അൺഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളും ആ ഒരു എനർജി ആയിരിക്കും നമുക്ക് ആ ഒരു ദിവസത്തിലെ ബാക്കി സമയത്തേക്ക് നമ്മളെ ഫോളോ ചെയ്തു വരുന്നത്. ഇൻ കേസ് നമ്മൾ ഒരു എനർജറ്റിക് ആയിട്ടാണ്, ഒന്ന് കാമായിട്ടാണ്, ഫോക്കസ്ഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഒരു എനർജി ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്, അല്ലെ? ഈ ഒരു എനർജി ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു എനർജറ്റിക് ആയിട്ട്, കാമായിട്ട്, ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എനർജി നമ്മുടെ ആ ഒരു ദിവസം മുഴുവൻ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോർമലി രാവിലെ ചെയ്യുന്ന, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും നോർമലി കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകൾ? നമ്മൾ വരുത്തുന്ന എന്ന് പറയണമെന്നില്ല, നമ്മളിപ്പോ നോർമലി കോമൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജനറലി പറയുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാവിലെ നമ്മളിപ്പോ നമുക്ക് മിസ്റ്റേക്ക് ആണെന്ന് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ. അലാം ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന ടിപ്സ് വീണ്ടും കിടന്നുറങ്ങുക തന്നെയാണോ ഇത്? അതെ 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 അതെ, നമ്മൾ അലാറം സ്നൂസ് ചെയ്തിട്ട് പിന്നെയും കിടന്നുറങ്ങുന്നത്, അതൊരു മിസ്റ്റേക്ക് ആണ്. വേറെ എന്തായിരിക്കും? വേറെ എന്തെങ്കിലും Scrolling. കാര്യങ്ങളുണ്ട്?
അതെ അതെ ഫോൺ എടുത്തിട്ട് ചിലപ്പോ നമ്മളിങ്ങനെ അറിയാതെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരുന്നു പോകും. അതായത് നമ്മളിപ്പോ സ്ക്രോൾ ചെയ്തിട്ട് ഒരുപാട് നേരം ഇങ്ങനെ അല്ലേ, ഒരുപാട് നേരം നമുക്ക് സമയം പോയത് നമ്മൾ അറിയില്ല പിന്നീട് എത്രത്തോളം സമയം പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ. അതെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗുഡ്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോ സ്നൂസ് ചെയ്തിട്ട് അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അപ്പൊ അത് നമ്മൾ സ്നൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും കിടന്നുറങ്ങും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഒരു സ്ട്രെസ് ഹോർമോൺ പിന്നെയും പീക്ക് ആയിക്കൊണ്ടിരിക്കണേ അല്ലെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൺ ചെക്ക് ചെയ്യുന്നതും സ്ക്രോൾ ചെയ്യുന്നതും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മളിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നത്, അതും ഈ പറഞ്ഞ ഒരു സ്ട്രെസ് കൂട്ടാനായിട്ട് നമ്മൾ അത് കാരണമാകുമെന്നുള്ളതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റഷ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നത്, അതും ഈ പറഞ്ഞ പോലെ ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. നമ്മൾ നോർമലി രാവിലെ വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് ഒരു മോർണിംഗ് ഫ്രെയിം വർക്ക് എന്താണെന്നുള്ളത് നോക്കാം അല്ലെ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മോർണിംഗിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളിൽ പലരും ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ നമ്മുടെ മോർണിംഗ് സർക്കിളിൽ തന്നെ കുറെ സെഷൻസ് സിമിലർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നോളജ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് അല്ലെങ്കിൽ മോർണിംഗ് മിറാക്കിൾ, അങ്ങനെ പല ബുക്സുകളിലും പല മെത്തേഡ്സും പറയുന്നുണ്ട് അല്ലെ. മോർണിംഗിനെ വിൻ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും എടുക്കാം അല്ലെ. ഒരു 20-20-20 ഒരു 1 hour ഡിവൈഡ് ചെയ്തിട്ട് 20-20-20 അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഏത് മെത്തേഡ് നമുക്ക് ആപ്റ്റ് ആയിട്ട് ഏതാണോ അതെടുക്കാം. നമ്മൾ ഇന്നൊരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പല ആളുകൾക്കും പല സമയമായിരിക്കും അല്ലെ. ഇപ്പൊ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു 1 hour പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു 20 മിനിറ്റ്സേ മാക്സിമം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പൊ എത്ര സമയമാണോ നമുക്ക് കിട്ടുന്നത് ആ സമയത്തേക്ക് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാര്യം ഇരിക്കുന്നത്. അതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ എത്ര സമയത്തേക്ക് എന്നുള്ളത് പലർക്കും പോസിബിൾ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം എന്താണോ ആ ഒരു സമയത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് മൂവ് ദ ബോഡി എന്നുള്ളതാണ്. മൂവ് ദ ബോഡി. അപ്പൊ അതിൽ നമുക്ക് 2 കാര്യങ്ങൾ പറയാം. ഒന്ന് ഹൈഡ്രേഷനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോഡി മൂവ്മെന്റ്സും. ഹൈഡ്രേഷൻ എന്തുകൊണ്ടായിരിക്കും ഇമ്പോർട്ടന്റ്? അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലൈം എന്തെങ്കിലും ആഡ് ചെയ്യാം ഒരു വിറ്റാമിൻ സിക്ക് വേണ്ടി. എന്തുകൊണ്ടായിരിക്കും ഒരു ഹൈഡ്രേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ബീറ്റാ വേവ് ആക്റ്റീവ് ആക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ബോഡി മെറ്റബോളിസം ഓക്കെ, ഗുഡ്. ഓക്കെ, ബാലൻസ്ഡ് ആവും അല്ലെ. ശരി. അതോടൊപ്പം തന്നെ നമ്മളൊരു സ്ലീപ്പിലായിരുന്നു അല്ലെ. സ്ലീപ്പ് എന്നുള്ളൊരു സ്റ്റേറ്റിലായിരുന്നു. അപ്പൊ നമ്മൾ ഉണർന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒരു എനർജി വേണം. ബ്രെയിനും ബോഡിക്കും എല്ലാത്തിനും വർക്ക് ചെയ്യാനായിട്ട് ഒരു എനർജി വേണം. നമ്മൾ ഒരു ഹൈഡ്രേഷൻ ചെയ്യുന്നതിലൂടെ, നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ ഈ ഒരു എനർജി നമുക്ക് കിട്ടും. ആ ഒരു കുറെ ഇമ്പ്യൂരിഫിക്കേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്ന് പ്യൂരിഫൈ ആവാനും അതുപോലെ തന്നെ നമുക്കൊരു എനർജി ഇതുകൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ് നമ്മളൊരു ഹൈഡ്രേറ്റ് ആവുന്ന സമയത്ത്. അതോടൊപ്പം തന്നെ നമുക്കൊരു സ്ട്രെച്ച് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ചെറിയ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇപ്പൊ യോഗ അറിയാവുന്നവർക്ക് അത് ചെയ്യാം. അതിനുശേഷം പതിയെ നമുക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു തുടങ്ങാം. ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് 10 പുഷപ്പ്, അതുപോലെ തന്നെ 10 ജമ്പിങ് ജാക്സ്, അതുപോലെ തന്നെ 10 സ്കോട്ട്, ഇങ്ങനെ പതിയെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെ. നമുക്ക് ലേറ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ചെയ്താൽ മതി, പ്രോഗ്രസീവ് ആയിട്ട്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഹൈ ഇന്റൻസീവിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു ബോഡി മൂവ്മെന്റ്സ് കുറിച്ച് പറയുന്നത്? എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ നമ്മുടെ ഒരു ബോഡി അല്ലെങ്കിൽ മൈൻഡിനെ അപേക്ഷിച്ച് കാര്യം നോക്കുന്ന സമയത്ത്? അതെ, നമ്മുടെ ബോഡി മൂവ്മെന്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഒരു നമുക്കറിയാം അല്ലെ, ഫിസിക്കൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. നമ്മുടെ ഹാർട്ടിനും നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ഹാർട്ട് ഒന്ന്
സ്ട്രോങ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഒരു ഫിസിക്കൽ എക്സസൈസ് കമ്പൽസറി ആണെന്നുള്ളൊരു കാര്യം. അതിലുപരി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എനർജി നിലനിർത്താനും നല്ലൊരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയും നമ്മുടെ ഒരു മൂവ്മെന്റ്സ് കൂടുന്ന സമയത്ത് തോട്ട്സ് കുറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സ്റ്റഡീസ് പറയുന്നത്. ഇപ്പോ ചില ഡിസോർഡേഴ്സ് ഇപ്പോൾ കൂടുതലും തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് കൂടുതൽ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർ നോർമലി മൂവ്മെന്റ്സ് കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂവ്മെന്റ്സ് കൂടുന്ന സമയത്ത് അവരുടെ തിങ്കിങ് പതിയെ കുറയുമെന്നുള്ളതാണ്. ഒരു മെന്റൽ ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് മൂവ്മെന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ഇനർഷ്യയിലായിരിക്കും അല്ലേ, എന്തോ ഒരു സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഉണർന്നു വരാനായിട്ട് നമ്മൾ രാവിലെ തന്നെ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എനർജി കിട്ടി അതിൽ നിന്ന് ഉണർന്നു വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എനർജി കൂടും. നമുക്ക് ഫീൽ ഗുഡ് ഹോർമോൺസ് ഉണ്ടല്ലേ, ഡൊപ്പമിനും അതുപോലെ തന്നെ സെറോട്ടോണിനും, ഇതെല്ലാം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻക്രീസ് ആവുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുകൊണ്ട് തന്നെ ബ്ലഡിലേക്ക് ഓക്സിജൻ ഇൻടേക്ക് വർദ്ധിക്കും. നമ്മുടെ ആ ഒരു ടോട്ടൽ ഒരു എനർജി നമ്മുടെ ഇൻക്രീസ് ആവുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഹാപ്പിനെസ്സും വർദ്ധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ആ ഒരു ബോഡി മൂവ്മെന്റ്സിന്റെ ഒരു പ്രാധാന്യം എന്താണ്, ബോഡി മൂവ്മെന്റ്സിൽ ആ ഒരു ഏരിയയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഫീഡ് ദ മൈൻഡ് എന്നുള്ളതാണ്. ഫീഡ് ദ മൈൻഡ്. അപ്പൊ അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഫീഡ് ദ മൈൻഡ്, നമുക്ക് മൈൻഡിനെ കുറച്ച് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം, ഒന്ന് കാം ആവണം. നമ്മൾ ഇത്ര നേരം ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ച് എനർജി കിട്ടി നമുക്ക്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കൊന്ന് കാം ആവണം, കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രെയിനെ പഠിപ്പിക്കണം, ഈ ഒരു കാര്യങ്ങൾ. അപ്പൊ അതിലെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ രാവിലെ തന്നെ മെഡിറ്റേഷൻ ചെയ്തു അല്ലെ, അതിനുശേഷം എല്ലാവർക്കും ഒരു എനർജൈസ്ഡ് ആയി, ഭയങ്കര ഒരു കാമായി എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിറ്റേഷൻ എന്നുള്ളൊരു കാര്യം ആ സമയത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളൊരു ഫിസിക്കൽ എക്സസൈസിന് ശേഷം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുപോലെ തന്നെ നമുക്ക് ബ്രീത്തിങ് എക്സസൈസുകളും ചെയ്യാം. ഒരു ഡീപ് ബ്രീത്തിങ്, ഇപ്പൊ നമ്മളൊരു 4 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് എടുത്തിട്ട് ഒരു 4 സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു 8 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന രീതിയിൽ കാമായിട്ട് ഒരു 10 15 ഒരു 20 ബ്രീത്തിങ് എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. നമ്മൾ 2 കാര്യം പറഞ്ഞു, ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്സ് മെഡിറ്റേഷൻ ഉണ്ടല്ലേ. ഇപ്പൊ അതിൽ നമുക്ക് ഗൈഡഡ് ആയിട്ട് പല മെഡിറ്റേഷൻസ് കിട്ടും. അത് കൂടാതെ തന്നെ നമുക്ക് നോർമലി ഒന്നും ഇല്ലെങ്കിലും വെറുതെ ഇരുന്നാൽ മതി കുറച്ചു നേരം. നമ്മൾ ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം കുറച്ചു നേരം വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുന്ന പറയുമ്പോൾ ഒന്ന് നമ്മുടെ നോർമൽ ബ്രീത്ത് എന്താണോ അതിലൊന്ന് അവെയർ ആയിട്ട് കുറച്ചു നേരം വെറുതെ ഇരിക്കുക നമ്മൾ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരുപാട് ചിന്തകൾ വരും അല്ലെ, നമുക്ക് ഒരുപാട് ചിന്തകൾ വരും. ആ ചിന്തകളെല്ലാം പതിയെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ചിന്ത വരും, നമ്മൾ അനുവദിച്ചു കൊടുക്കുക. ഓക്കെ, ഐ എം അലൗവിങ് ദ തോട്ട്. അപ്പൊ നോർമലി ആ തോട്ട് പോകും. നമ്മൾ സ്റ്റിക്ക് ഓൺ ആക്കിയൊന്നും വെക്കണ്ട. ഒരു തോട്ടിനെ നമ്മൾ കയറി പിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പുറകെ പോകാനോ ഒന്നും നിൽക്കണ്ട. ആ തോട്ട് വരും, നമ്മൾ അലൗ ചെയ്ത് കൊടുക്കും, ഓട്ടോമാറ്റിക്കലി ആ തോട്ട് പോകും. അതാണ് തോട്ടിന്റെ ഒരു പ്രത്യേകത. നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുന്തോറും ആ തോട്ട് കംപ്ലീഷൻ ആയിട്ട് അതങ്ങനെ പോകും. നമ്മൾ അങ്ങനെ എന്ത് തോട്ട് വന്നോട്ടെ, നമ്മൾ തോട്ട് വരണ്ട, അല്ലെങ്കിൽ തോട്ടിനെ കൺട്രോൾ ചെയ്യാനാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അത് കൂടുതൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടേയിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു തോട്ടിലൂടെയാണ് നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യാനിരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ടും നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. കുറച്ചു നേരം നമ്മൾ വെറുതെ ഇരിക്കുക, ആ തോട്ടിനെ അലോ ചെയ്യാനായിട്ട് അനുവദിക്കുക. ഒരു 20 മിനിറ്റ്സ് ഓളം നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. ഏകദേശം 20 മിനിറ്റ്സ് നമുക്കറിയാലോ. ബാക്കി നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് കൂട്ടോ കുറക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഡീപ് ബ്രീത്ത് ചെയ്യുന്ന സമയത്തും എന്തായിരിക്കും എന്തായിരിക്കും ഇതിന്റെ പിന്നിലൊരു സയൻസ് വരുന്നത്? എന്തെങ്കിലും ഗുണമുണ്ടാകും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ചെയ്യുന്നതാണോ ഈ കാര്യങ്ങളൊക്കെ? നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും കഴിയും അതെ, വെരി ഗുഡ്. മെഡിറ്റേഷൻ. നമ്മളൊരു ക്ലാരിറ്റി കൂടും അല്ലെ, നമ്മുടെ ഒരു കാംനെസ്സും ക്ലാരിറ്റിയും ഇതെല്ലാം കൂടും. ഗുഡ്. വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാകും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡീപ് ബ്രീത്ത് ചെയ്യുന്ന സമയത്തും എല്ലാം? ഫോക്കസ് കൂടും, പിന്നെ നമ്മുടെ സ്ട്രെസ് കുറച്ചിട്ട് നമ്മുടെ തോട്ടുകളൊക്കെ ഓവർ തിങ്കിങ്ങും മൊത്തത്തിൽ കുറയ്ക്കാൻ പറ്റും നമ്മൾ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതെ, ഗുഡ്. തോട്ട്സ് കുറക്കാൻ പറ്റും, പറഞ്ഞ പോലെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യും, ഇതെല്ലാം അല്ലെ, ഇതെല്ലാം ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു
നമ്മുടെ ബയോളജിക്കൽ ബേസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, എനർജറ്റിക് ആവും. അതെ അതെ, ഗുഡ്. അപ്പൊ നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് ഒരു റിലാക്സേഷനും ഡൈജഷനും ഒക്കെ വേണ്ടിയുള്ള ഒരു കാര്യം, നമ്മുടെ മൈൻഡ് ഓക്കെ ആവും. അതെ, ഗുഡ്. റിലാക്സേഷനും ഡൈജഷനും ഒക്കെ വേണ്ടിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നുള്ളത്. അപ്പൊ അതിന്റെ ആക്ടിവേഷൻ വർദ്ധിക്കും നമ്മളൊരു ഡീപ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത്. അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു ഡീപ്പ് റിലാക്സേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഒരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു റിലാക്സേഷൻ, അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു റിലാക്സേഷനും കാംനെസ്സും എല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട്, ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയുമല്ലോ, കോർട്ടിസോൾ. അതെ അതെ അതെ, സ്ട്രെസ് ഹോർമോൺ കുറയും. നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കുറയും. അത് കുറയുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺ കുറയും. ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു കാംനെസ്സും ഒരു റിലാക്സേഷനും ഇതെല്ലാം നമുക്ക് വർദ്ധിക്കും. അതെ, കോൺസെൻട്രേഷൻ കൂടും. അതെ, ഗുഡ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ഫീഡ് ദ മൈൻഡ് എന്നുള്ള ഒരു കാര്യമാണ് അല്ലെ. ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ബോഡി മൂവ്മെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എങ്ങനെ ബോഡി മൂവ്മെന്റ്സ് ചെയ്യണം, ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പറഞ്ഞത് ഫീഡ് ദ മൈൻഡ് എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞത് മെഡിറ്റേഷൻ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമുക്ക് അതിനോട് കൂടി തന്നെ മൈൻഡിന് ഫീഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്നുള്ളത് എന്തായിരിക്കും? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യാം അല്ലെ. നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ലേൺ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ലേൺ ചെയ്യാം. നമുക്ക് ബുക്സ് വായിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്സ്, നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ബുക്സുകൾ 1 or 2 പേജോ കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേണിങ്ങിന് അല്ലെങ്കിൽ ഗ്രോത്തിന് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പോഡ്കാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ ഒരു സമയം കൂടി വിനിയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ആ ഒരു ബോഡി മൂവ്മെന്റ്സും അതുപോലെ തന്നെ മൈൻഡിന് ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങളും. ഇത് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ളത് പ്ലാൻ വിത്ത് പർപ്പസ് എന്നുള്ളതാണ്. പ്ലാൻ വിത്ത് പർപ്പസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ഒരു ഡേയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഒരു ഡേയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രയോറിറ്റി അല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഏതാണ് പ്രയോറിറ്റി എന്ന് അറിയാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് അല്ലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അടുത്ത കാര്യം വരും, അപ്പൊ അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അതും ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് വരും. നമ്മൾ ചില കാര്യങ്ങൾ മാത്രമേ ഫിനിഷ് ചെയ്യാനായിട്ട് വരുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഡേയുടെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയം, ഒരു 3ാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്താണ് പ്രയോറിറ്റി, നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റി ആയിട്ട് നമുക്കുള്ളത്, ആ ഒരു 3 കാര്യങ്ങൾ അത് മതി. നമ്മൾ സ്റ്റാർട്ടിങ് എന്ന സമയത്ത് ഒരു 3 കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് ഇന്ന് എന്റെ ലൈഫിൽ പ്രയോറിറ്റി ആയിട്ടുള്ളത്? അതെ അതെ, ടു ഡു ലിസ്റ്റ്. ഗുഡ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റി ആയിട്ടുള്ളത്, ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അല്ലെ. അതിനുശേഷം ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് അതൊന്ന് ഫിനിഷ് ചെയ്യാം. ഒരു കാര്യം ഫിനിഷ് ചെയ്യുക, അതിനോടൊപ്പം അടുത്ത കാര്യം. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു നമുക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും കിട്ടും. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ പതിയെ പതിയെ ഞാൻ നേടുന്നുണ്ട് എന്നുള്ള കാര്യം. അതെല്ലാം നമ്മൾ കുറെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു തരത്തിലൊരു ഗിൽറ്റി ഫീൽ ചെയ്യും അല്ലെ. ഇപ്പൊ ഞാൻ ചെയ്തിട്ട് കാര്യങ്ങൾ കുറെ പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. ഒരുപാട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ഒരു ഗിൽറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് മറികടക്കാനായിട്ട് നമുക്ക് എന്താണ് പ്ലാൻ ചെയ്യുന്നത് അത് പതിയെ പതിയെ നോർമൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം അല്ലെ. നമ്മുടെ ആ ഒരു എന്താണോ നമുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു ഡേയിൽ, അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആക്കി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു എനർജി എത്രത്തോളം ഉണ്ടായിരിക്കണം ആ ഒരു ദിവസം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഉണ്ടായിരിക്കണം, നമ്മൾ എങ്ങനെയായിരിക്കാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു എനർജി, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം കുറച്ച് സമയം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ആ ഒരു ഫ്രെയിം വർക്കിൽ. ഒരു ബോഡി മൂവ്മെന്റ്സും ഫീഡ് ദ മൈൻഡ്, അതുപോലെ തന്നെ പ്ലാൻ വിത്ത് പർപ്പസ്, ഈ ഒരു 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമയം അനുസരിച്ച് അല്ലെ, ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ 1 hour കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു 15 മിനിറ്റ് കിട്ടുന്നുള്ളതെന്ന് വിചാരിക്കും, നമുക്ക് ആ സമയം മതി. ആ സമയത്തേക്ക് നമുക്ക് പ്രയോറിറ്റി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ അല്ലെ. നമുക്കൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു 1% സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ പറയുന്ന പോലെ ഒരു 1% റൂളായിട്ട് ഒരു 1% ആയിട്ട് നമ്മൾ പ്രോഗ്രസ് പ്രതീക്ഷിച്ചാൽ മതി, കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അതാകുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക് കിട്ടുന്ന പ്രോഗ്രസ്സിൽ നമുക്കൊരു കണ്ടന്റ്മെന്റ് ഫീലിംഗ് ഉണ്ടാവും, നമുക്കൊരു സംതൃപ്തി ആയിട്ട് നമുക്ക് ഫീലിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു 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 കാര്യം കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാവേ. ഒരു ചില സമയത്ത് നമുക്ക് എന്തായിരിക്കും ഒരു ബാരിയർ ആയിട്ട് ഉണ്ടാവുന്നത്, എനിക്ക് ഹാബിറ്റ്സിലൊന്നും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അല്ലെ. പല ആളുകൾക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പല ആളുകൾക്കും ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്, എനിക്ക് അങ്ങനെ ഹാബിറ്റ്സിലൊന്നും അങ്ങനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനത്തെ തോട്ട്സുകളൊക്കെ ഇങ്ങനെ ചില സമയത്ത് വരാറുണ്ട്. നമ്മളിപ്പോ ഒരു ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എന്തോ തടസ്സങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു തോട്ട് വരുന്നതിലും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ആ ഒരു തുടങ്ങി വെച്ച ഹാബിറ്റ്സ് പതിയെ സ്റ്റോപ്പ് ആയി പോകുന്നതിനും ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പോസിറ്റീവ് അഫർമേഷൻസ് ആണോ? ഓക്കെ, പോസിറ്റീവായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഓരോ കാര്യങ്ങൾ അല്ലെ പറയാം. ഓക്കെ, ഗുഡ്. വേറെ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, മോണിറ്റർ ചെയ്യാം, നമുക്ക് നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യാം അല്ലെ. ഗുഡ്, നല്ല പോയിന്റ്സാ പറയുന്നത്. റിവാർഡ് അവർ സെൽഫ്, അതെ, ഗുഡ്. നമുക്ക് തന്നെ നമ്മളിപ്പോൾ അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ റിവാർഡ് കൊടുക്കാം അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഗോൾസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിവാർഡ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് ഹെൽത്തിയർ ആയിട്ട് നമുക്ക് ഹെൽത്തിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും റിവാർഡ് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ഗുഡ്, വെരി ഗുഡ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു 1% റൂൾ എന്നുള്ളൊരു കാര്യം, അതും കൂടി ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ഹാബിറ്റ്സിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്, നമുക്ക് പതിയെ പ്രോഗ്രസ് ആയിട്ട് നമുക്കൊരു പുതിയ ശീലം തുടങ്ങി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ശീലത്തിലേക്ക് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ശീലം തുടങ്ങുന്ന സമയത്ത് ഒരു 2 മിനിറ്റ്, ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ മെത്തേഡ് ആണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു 2 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു 2 മിനിറ്റ്സ് ഫസ്റ്റ് ഡേ ചെയ്യാം. അതിനുശേഷം നമുക്ക് പതിയെ ആ ഒരു സമയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാം അല്ലെ. ഒരു 2 മിനിറ്റ്സ് എന്നുള്ളത് ഒരു 5 മിനിറ്റ്സ് ആക്കാം. അങ്ങനെ പതിയെ നമുക്ക് പ്രോഗ്രസീവ് ആയിട്ട് അതൊന്ന് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹാബിറ്റ്സിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് റിസർച്ചുകൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് നമ്മൾ എപ്പോ തൊട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് രാവിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോ തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും? നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രിപ്പയർ ചെയ്താൽ മതിയോ? നൈറ്റ്. അതെ, ഗുഡ്. നമ്മൾ നൈറ്റിലല്ലേ, നമ്മൾ തലേ ദിവസം കിടക്കുന്ന സമയം തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എങ്കിലും നമുക്ക് ഈ രാവിലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനും നമുക്ക് രാവിലെ എഴുന്നേൽക്കാനും എല്ലാം നമുക്ക് പറ്റുള്ളൂ. അതെ, അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ കിടക്കണം അല്ലെ. കുറച്ച് നേരത്തെ കിടന്നാലും നമുക്ക് ഈ പറഞ്ഞ ഒരു 6 to 7 അവർ സ്ലീപ്പെങ്കിലും കിട്ടി നമ്മൾ മോർണിംഗിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ നൈറ്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മളൊന്ന് രാവിലത്തേക്ക് വേണ്ടി ഒന്ന് പ്രിപ്പയർ ആവണം അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് രാത്രി നേരത്തെ കിടക്കുക. അതോടൊപ്പം തന്നെ നമുക്കിപ്പോ രാവിലെ ജോഗിങ് ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, അപ്പൊ അങ്ങനെ ബുക്കൊക്കെ നമുക്ക് രാത്രി തന്നെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. രാത്രി തന്നെ എടുത്ത് ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നടക്കാൻ പോകുന്ന വിടുന്ന ഡ്രസ്സുകളെല്ലാം എടുത്ത് പുറത്ത് വെക്കുക. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് രാത്രി പ്രിപ്പയർ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രെയിൻ ഒരു മെസ്സേജ് കൊടുക്കണേ, നമുക്ക് രാവിലെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർഡ് ആണ്. അതെ, എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക. ഗുഡ്. നമ്മൾ പ്രിപ്പയർഡ് ആണ്, എനിക്ക് നാളെ രാവിലെ പോകണം എന്നൊരു, ഇപ്പൊ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് അല്ലെ, നമ്മൾ തലേദിവസം രാത്രി 2 ദിവസം മുന്നേ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ആയി വെക്കുന്ന സമയത്ത് എന്താണ്, നമ്മളൊരു മെസ്സേജ് കൊടുക്കണം ബ്രെയിനിന്, പ്രിപ്പയർഡ് ആണ്, അപ്പൊ നമുക്ക് നാളെ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് കൂടുതൽ വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ
നമ്മുടെ ഓരോ ദിവസവും നമ്മൾ പറഞ്ഞു വന്ന നമ്മുടെ ഓരോ ദിവസം അല്ലെ നമ്മുടെ ഓരോ ദിവസത്തിലെയും മോർണിംഗുകൾ നമ്മുടെ ഓരോ ദിവസത്തിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഓരോ ദിവസവും എങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ വീക്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ വീക്സുകളാണ് നമുക്ക് ഒരു ഇയറിലേക്ക് ഇൻഫ്ലുവൻസ് ആവുന്നത്. അപ്പൊ നമുക്കത് രണ്ട് രീതിയിൽ എടുക്കാം അല്ലെ. നമുക്കിപ്പോ ഒരു 1% ഇംപ്രൂവ് ആയിട്ടും എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് 1% അത് ഇംപ്രൂവ് അല്ലാത്ത രീതിയിലും എടുക്കാം. നമ്മൾ 1% ഇംപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻഡ് ഓഫ് ദി ഇയർ അല്ലെ നമുക്കൊരു ഏകദേശം ഒരു 37% ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ എൻറ്റയർ ലൈഫിൽ അല്ലെ ഓരോ വർഷങ്ങൾ കൂടി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എൻറ്റയർ ലൈഫിൽ ഒരു ഹെൽത്തിയർ ആയിട്ടും അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ആയിട്ടും നമുക്കൊരു ഒരു ഒരു വിൻ ചെയ്യാം അല്ലെ. നമുക്ക് നമ്മുടെ ലൈഫിനെ വിൻ ചെയ്യാമെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ എന്നോടും അതുപോലെ തന്നെ നിങ്ങൾക്കുമായിട്ടൊരു ഒരു ചലഞ്ച് തന്നെയാണ്. നമുക്ക് നാളെ രാവിലെ തൊട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് അലാറം വെച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ അലാറം സ്നൂസ് ചെയ്യാതെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യാതെ ഈ വേൾഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും അതോടൊപ്പം സജന മാമിന് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ റെസ്പോണ്ട് ചെയ്തവർക്കും റെസ്പോണ്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാവേ. ഇപ്പോ ഒരുപാട് ആളുകൾ ഇപ്പൊ ട്രെയിനിങ് എടുത്താണ്, അല്ലെങ്കിൽ ഒരുപാട് നോളജ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഈ സമയത്ത്. താങ്ക് യു സോ മച്ച്. രാവിലെ എനിക്ക് തോന്നുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേക്കാളും നമ്മൾ ഈ മൂവ്മെന്റ് ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ. വെള്ളം കുടിക്കലും ഈ മൂവ്മെന്റും. അതെ. അങ്ങനെ ഇപ്പൊ പറയുന്ന പോലെ നമ്മളൊരു ഇപ്പൊ നമുക്ക് ആപ്റ്റായിട്ട് എന്താണോ അത് ഫോളോ ചെയ്യുക എന്നുള്ളത്. ചില ആളുകൾക്ക് ഇപ്പൊ ആദ്യം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബോഡി ഒന്ന് വേർക്കാനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അല്ലെ അങ്ങനെ ചെയ്യാം. നമ്മൾ ചെയ്ത് നോക്കാം എല്ലാം. നമുക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഏതാണോ അത് നമുക്ക് ഫോളോ ചെയ്യാം. അതെ, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ മെഡിറ്റേഷനാണ് ആദ്യം മെഡിറ്റേഷനൊക്കെ ഫസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ലേസി ആൽഫ സ്റ്റേജിലായിരിക്കുമല്ലോ. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പിന്നെ അപ്പോഴത്തേനും ഒരു ഉറക്കം വരണ പോലെയും ഒരു കൃത്യമായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റണില്ല എനിക്ക്. അപ്പൊ എനിക്കിങ്ങനെ അങ്ങനെ വിഷമായി. ശരിക്കും എല്ലാ ദിവസവും അങ്ങനെ അത് പോവാൻ പറ്റുന്നില്ല. ഉറക്കം വരുന്നു കുറച്ചേരം കഴിയുമ്പോൾ. അപ്പൊ ഞാൻ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഈ സ്ട്രെച്ചിങ് എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യുമ്പോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനെ തോന്നി. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പൊ 10th പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ മാർച്ചിലേക്ക് എക്സാം ആവാറായിരുന്നു. അപ്പൊ ഞാൻ അവർക്കൊരു മോർണിംഗ് സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാരും പറഞ്ഞിങ്ങനെ ബോധ്യപ്പെടുത്തി സെറ്റാക്കി രാവിലെ 5 മണിക്ക് ഞാൻ ഗ്രൂപ്പ് കോൾ ചെയ്യും. അപ്പൊ ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ തന്നെയാണ്. അവര് അലാം സ്നൂസ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയൊന്നും ചെയ്യില്ല. അവർ എണീക്കും. പക്ഷെ എൻ്റെ അടുത്ത് പറയും ഞങ്ങൾ എണീക്കുന്നുണ്ട് പഠിക്കാനിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരണ്ടെന്ന് ഭയങ്കര വിഷമത്തോടെ പറയും. പഠിക്കാൻ ബുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഉറക്കം വരും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ രാവിലെ തന്നെ ഇരിക്കുമ്പോ തന്നെ ഇത് യൂട്യൂബിൽ ആരെങ്കിലും എടുത്തിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ എന്തെങ്കിലും നമുക്കിപ്പോ സൂംബ ഒക്കെ അവൈലബിൾ ആണല്ലോ ഇഷ്ടംപോലെ. അപ്പൊ അങ്ങനത്തെ സ്ട്രെച്ചിങ് എന്തെങ്കിലും മൂവ്മെന്റ് ചെയ്യ്, എന്നിട്ട് വെള്ളം കുടിക്ക്, എന്നിട്ട് ചെയ്തു നോക്കാനൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഇതുപോലെ 2 കുട്ടികൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അവര് പറഞ്ഞിട്ടാ അപ്പൊ കുഴപ്പമില്ല, സെറ്റായി, ഉറക്കൊക്കെ പോയി പിന്നെ അങ്ങനെ ഉഷാറായിട്ടിരുന്നു. അപ്പൊ അവരുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ടല്ലോ രാവിലെ തന്നെ മൂവ്മെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കത്തേക്ക് ഇങ്ങനെ പോണെന്നാണ് പറയുന്നത്. എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് പിന്നെ ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉറങ്ങിപ്പോണം. അപ്പൊ ഇത് ചെയ്തപ്പോ പിന്നെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രസ് ഉണ്ടായല്ലേ? അതെ. കൂടുതൽ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതൽ സ്റ്റഡീസ് അല്ലെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ പറയുന്നത്. നമ്മളിപ്പോ രാവിലെ ഒരു മൂവ്മെന്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് കൂടുതൽ ബെനിഫിറ്റ്. കാരണം നമുക്ക് ആ ഒരു ഉറക്കത്തിന്റെ എനർജി എന്നല്ലേ, നമ്മൾ ആ ഒരു ഉറക്കത്തിന്റെ ആ ഒരു ഇതിലായിരിക്കും. അപ്പൊ അതിൽ നിന്ന് മറികടക്കാനും നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും കെമിക്കൽസ് റിലീസ് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു കാര്യം ബെറ്റർ ആയിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ ഈ ഒരു മൂവ്മെന്റ്സ് ചെയ്യുന്ന ഒരു കാര്യം.
താങ്ക് യു സോ മച്ച്. അതെ, വർക്കൗട്ട് ചെയ്യുക, അപ്പൊ നല്ല ഉന്മേഷം കിട്ടുമെന്നുള്ളത് അതെ കറക്റ്റാ. ഈ ഹാബിറ്റ്സ് കൺസിസ്റ്റന്റ് ആയി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ ഒരു മടിയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ ഒരു അതെ അതെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ നമുക്ക് ഉണ്ടെങ്കിൽ, ഒരു ഫ്രണ്ടോ നമുക്കൊരു വെൽവിഷറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം അത് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അത് ചെയ്തോ നമുക്ക് പല മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ അതെ നിന്നൊക്കെ മാറാം എന്നുള്ള പിന്നെ ഇത് ഇവരെ മോണിറ്റർ ചെയ്യാനും നമ്മൾ സ്വയം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് നടക്കാത്ത. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രണ്ടോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ സേവേഴ്സ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം, 21 days കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തോന്നും, ഞാൻ ഇന്നത് ചെയ്തില്ലല്ലോ എന്ന്. അപ്പൊ കുറച്ച് നാള് സ്റ്റാർട്ടിങ്ങിലായ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നാറുണ്ട്. ഓക്കെ, അതെ, വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. ഇപ്പൊ നമുക്കൊരു മെന്റർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് കൂടെ, ആ ഒരു നമ്മുടെ സെയിം മൈൻഡ് സെറ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുറച്ച് ദൂരം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോകാനും ഒരു മോട്ടിവേഷൻ നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ വർക്കൗട്ടിന് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും തനിച്ച് പോകുന്നതിലും ബെറ്റർ ഇപ്പൊ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് രാവിലെ എഴുന്നേക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു മടിയൊക്കെ വരും. നോർമൽ ആണല്ലോ, നമ്മളെല്ലാവരും നോർമലി മനുഷ്യന്മാരാണ്. അപ്പൊ എല്ലാവർക്കും വരുന്നൊരു കാര്യം. അപ്പൊ നമ്മുടെ പാർട്ട്ണർ ചില സമയത്ത് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കും. ഇപ്പൊ അവന് ഇപ്പൊ എന്തെങ്കിലും തരത്തിലൊരു ഒരു എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവനും എഴുന്നേക്കും. അപ്പൊ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു പാല വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ടുപേർക്കും ഹെൽപ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റുമെന്നുള്ളതാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞത്. ഗുഡ്. പലപ്പോഴും ജിമ്മിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യണം, കുറെ പൈസ കൊടുത്തിട്ടാണ് പോവുക. അത് ശരിക്കും ബോഡി നമുക്ക് എക്സസൈസ് വീട്ടിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റണില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ പോവാ. അപ്പൊ അവിടെ പോകുന്ന എന്താ, നമ്മൾ ക്യാഷ് കൊടുത്താലും അവിടുത്തെ ട്രെയിനർ നമ്മളെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും അല്ലെ. അപ്പോ അതാണ് അതിന്റെ കൂടുതലും നമുക്ക് ആ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യും. നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല സെഷൻ അതെ ആയിരുന്നു. അതെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും. അതെന്തായാലും ഇതുപോലെ നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടികളുടെ കേസ് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ഞാൻ രാവിലെ 5 മണിക്ക് അവർ മിസ് കോൾ ചെയ്തിട്ട് കോൾ ചെയ്യും ഗ്രൂപ്പിൽ. എന്നിട്ട് അവരുടെ അടുത്ത് പറയും എണീറ്റു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണം എന്ന് പറയും. അപ്പൊ കുറച്ച് പേരൊന്നും എണീറ്റിട്ടുണ്ടാവില്ല, പക്ഷേ ഈ മെസ്സേജ് കാണുമ്പോൾ അവർക്കൊരു വിഷമമാണ്, ഇവര് എണീറ്റ് പഠിച്ചല്ലോ എന്നുള്ളൊരു വിഷമത്തില് പിന്നെ അങ്ങനെ എണീക്കാൻ തുടങ്ങും ഓരോരുത്തരായിട്ട്. അതായത് ഗ്രൂപ്പിൽ കണ്ട സമയത്ത് അവർക്കും ഒരു ഗിൽറ്റ് അടിച്ചിട്ട് അവരും എണീക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മെസ്സേജ് അയക്കാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അത് അവർക്ക് മോട്ടിവേഷൻ ആയി എഴുന്നേക്കണം എന്നുള്ളൊരു കാര്യം. ഗുഡ്. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിന്റെ ആ ഒരു ബെനിഫിറ്റ് എത്രത്തോളം സ്വയം എന്തായാലും ഇതിന്റെ ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി അത് എന്താണ് ഉള്ളത് കറക്റ്റ് നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ അത് അല്ലാന്നുണ്ടെങ്കിലാണ് ശരിക്കും ഇത് സ്കിപ്പ് ചെയ്യുക അല്ലെ. അപ്പോ അതിന്റെ മാറ്റങ്ങളും നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ നമ്മുടെ മൈൻഡിന് ഉണ്ടായിട്ടുള്ള കുറെ ചേഞ്ചസ്, ഇതൊക്കെ ശരിക്കും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു, നമുക്ക് കുറെ ടൈം എല്ലാത്തിനും എടുക്കാൻ പറ്റൂല, പക്ഷെ 1-2 മിനിറ്റിൽ അതിനായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ പലരും ഈ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് നിർത്താനുള്ള ഒരു റീസൺ കൂടിയാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഭയങ്കര ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു നമ്മൾ എക്സ്പെക്ടേഷൻ നമ്മൾ കൂട്ടും. നമ്മളിപ്പോ ഒരു 2 days അല്ലെങ്കിൽ ഒരു 1 week കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ചേഞ്ച് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാര്യങ്ങൾ. പക്ഷെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും വേരിയബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു 1 week കൊണ്ടൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ചിലപ്പോൾ ഫീൽ ചെയ്തെന്ന് വരില്ല. അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോൺസ് വരുന്നത് വരെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പതിയെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് നമ്മുടെ ഒരു മോട്ടിവേഷൻ ആക്കി എടുത്തിട്ട് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലോങ് ടൈമിലേക്ക് നമുക്കൊരു റിസൾട്ട് കിട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ആവാനുമുള്ള ഒരു കാര്യം എന്നുള്ളത്.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ സെഷൻ. അപ്പൊ നല്ല വേറെ അടിപൊളി സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നു സർ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.